മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീന്റെ 3-ാമത്തെ ജുസിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രോഗിയായിട്ടാണ്. ഇതിൽ ഇവരിക്കലെ ധർമ്മം കൊടുക്കുക, സദഖ കൊടുക്കുക എന്നതിലെ ഗുണം, അത് ഒരു ധർമ്മിഷ്ഠൻ അതിൽ വലിയ ധർമ്മം കൊടുക്കുന്ന ആള് എന്നതിലെ ആ ഗുണം അയാളും അയാളെ മക്കളും മക്കളും അതിലെ ബറക്കത്ത് നിലനിൽക്കുന്നതാണ്. ധർമ്മിഷ്ഠൻ്റെതായ വലിയൊരു സമ്പന്നൻ അയാൾ എന്താക്കിയിട്ട് വല്ലാത്ത സദഖ കൊടുത്തിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, എന്നാൽ അതിലെ ബറക്കത്ത് മക്കളും മക്കളും കാണും എന്നതായിട്ട് ഇമാം ഷാഫി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് അവിടെ ചൊന്നിട്ടുണ്ട്. എന്നെ ഷാഫി ഇമാം റളിയല്ലാഹു മിസ്റിൽ വെച്ചിട്ട് രോഗിയായ സമയത്ത് ആ രോഗത്തിൽ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു മരിച്ചു. മുറു ഫുലാനൻ യുഗ്സിലുനി, ഇന്നാളട്ടിಗೆ ചൊല്ലറും നന്റെ മയ്യത്ത് കുളിപ്പാട്ടണം, നന്റെ അയാൾ കുളിപ്പാട്ടവനായി ചൊല്ലറും. ഫലമാ തുവഫിയ ബലഗഹു ഖബർ വഫാത്തി, ഷാഫി ഇമാം വഫാത്തായപ്പോൾ അയാൾക്ക് വിഷയം കിട്ടും ഷാഫി ഇമാം വഫാത്തായിട്ട്. ഫഹദറ, അയാൾ വന്ന് വഖാല യതൂനി ബിതദ്കിറതി, എന്നിട്ട് അയാൾ ചെന്ന് ബിതദ്കിറതിഹി, ഷാഫി ഇമാമുടെ തദ്കിറത്ത് എഴുതി വെച്ച ആ നോട്ട്, ഷാഫി ഇമാം എഴുതി വെച്ച ആ വസിയത്ത് എഴുതി വെച്ച കടലാസ് ഉണ്ടല്ലോ, അത് കൊണ്ടുവരണം ചെന്നു. ഫൗത്തിയ ബിഹ, ആ കടലാസ് നോക്കിയിട്ട് കൊണ്ടുവരപ്പെട്ടു. ഫനദറ ഫി, അതിൽ നോക്കിയിട്ട് ഫൈദാൻ നോക്കുമ്പോൾ അല ഷാഫി 70,000 ദിർഹം, ഷാഫി ഇമാമുക്ക് 70,000 കടൻ. ഫകതബ അലാ നഫ്സിഹി വഖദാഹൻ, അതെന്താക്കിയിട്ട് അയാൾ ആ കടത്തെ അയാളെ മേലെ എഴുതിക്കൊണ്ടിട്ട് ആ കടത്തെ അയാൾ വീട്ടിത്ത്. അപ്പോൾ കാലെന്തിരിച്ചത് ഹാദാ ഉസ്ലി ഇയാവും, ഇതാ ഷാഫി ഇമാം എൻ്റെ കൽഗൊന്നും ചൊന്നത് ഇത്, നാം മരിച്ചെങ്ങനെ എന്നെ മയ്യത്ത് കുലിപ്പാട്ട് ഇന്ന വ്യക്തിയിലൊക്കെ ചൊല്ലറും ചൊന്നല്ലേ. അപ്പൊ അയാൾക്ക് ചൊന്ന് വിഷയിക്കിട്ടില്ല ഷാഫി ഇമാം വഫാത്തായത്, നിങ്ങൾ മയ്യത്ത് കുലിപ്പാട്ടെന്ന് ഷാഫി ഇമാം ചെന്നിട്ട് അപ്പം അയാൾ വന്നിട്ട് കേട്ടത് ആ വഫാത്ത് അവിടേക്ക് മുന്നിൽ എഴുതി വെച്ച ഷാഫി ഇമാമുടെ ആ കടലാസ് അതല്ല എവിടെ ഉണ്ടോ, അത് കൊണ്ടു നോക്കുമ്പോഴത്തേക്ക് 70,000 ദിർഹമായിട്ട് കടല്ല. അപ്പൊ അതായാലും അത് നാനിട്ടെടുത്തല്ല, ഞാനത് കൊടുക്കറേ ചെന്നത് അതിലെ പിടി. ഇതാ ഷാഫി ഇമാം നണ്ടിട്ട് കുലിപ്പാട്ടറും ചെന്നതിന് അർത്ഥം ഇത്, ഷാഫി ഇമാം മയ്യത്ത് കുലിപ്പാട്ടറും ചെന്നതിന് അർത്ഥം ഇത് ചെന്നിട്ട് അയാൾ ചെന്നത്. എന്നിട്ടതാ ആരാ ഇത് ചൊല്ലേ, വഖാല ആദാ ഗുസ്ലി ഇയ്യാഹു ഐ അറാദ ബിഹി ആദാ. വഖാല അബൂ സയ്യിദുൽ വായിലുൽ ഹർകൂശി, മഹാനായ അബൂ സയ്യിദുൽ വായിൽ എന്നാൽ ചൊല്ല്, നാന് മിസ്ർക്ക് പോയപ്പോൾ പലകുത്ത് മൻസില ദാലിക റജുലി, ആ ഷാഫി ഇമാമിന്റെ പൈസ എല്ലാം കട വീട്ടിയാളില്ലേ, അയാൾ ഔദ്യനാ തേടിപ്പോയ. അപ്പൊ അവനൊക്കെ അവ കാട്ടിത്തന്നത്. ഫറായിതു ജമാഅത മിൻ അഹ്ഫാദി, അയാളെ പുള്ളിമാരിൽ നിന്ന് കുറേ ആൾമാരെ ഞാൻ കണ്ടേ. ഇത് ഇപ്പൊ അബൂ സയ്യിദുൽ വായിൽ എന്നാളായിട്ട് പിന്നെ ചൊല്ലേ, ഞാൻ ഈ സംഭവം കേട്ട് ഞാൻ എന്തായിട്ടില്ലേ പിന്നെ ആ മിസ്ർക്ക് പോയപ്പോൾ ആ ഷാഫി ഇമാമിന്റെ കടം വീട്ടിയ ആള് അയാളെ പുള്ളിമാരെ ഞാൻ കണ്ടേ. അങ്ങനെ ഞാൻ സന്ദർശിച്ച ഫറായിതു ഫീഹിം സീമൽ ഖൈർ, ಅಂದ್ರೆ അങ്ങനെയല്ല ഞാൻ എന്താക്കടെ അതാ ഖൈറുടെ അടയാളം ഞാൻ കണ്ടുകൊണ്ടില്ല. വാസാറുൽ ഫദ്ൽ, ശ്രേഷ്ഠതയുടെ അസർ, അങ്ങനെ ആ ബറക്കത്ത് കണ്ടു. ഫഖുൽതു ബലഗാസറു ഫിൽ ഖൈരി ഇലൈഹിം, അത് അയാളെ പുള്ളിമാർഗൽ അതിൽ അസർ എത്തിയത്. വലഹറത്തു ബറക്കത്തു ഫീഹിം മുസ്തദില്ലൻ ബിഖൗലി തആല, അതിലെ ബറക്കത്ത് അങ്ങക്കിട്ട് അതായത് അതാ മുസ്തദില്ലൻ ബിഖൗലി തആല വകാന അബൂഹുമാ സാലിഹ, പരിശുദ്ധ ഖുർആൻ ചെന്നല്ലേ അങ്ങനെ ബാപ്പ, അങ്ങനെ 2 ബാപ്പുമാരെ, ആ 2 മക്കളെ ബാപ്പ എന്തായിട്ട് സ്വാലിയായ മനുഷ്യായിട്ട് ഈ ആയത്ത് കൊണ്ടായിട്ട് ഞാൻ അതൊക്കെ ദലീല് പിടിച്ചത്. അതായത് ഈ ധർമ്മിഷ്ഠന്റെ ഈ ബറക്കത്ത് അതിലെ ആ ഫضل അതിലെ അസർ മക്കൾക്ക് ആ സന്താനത്തിൽ എത്തിയത് എന്നതൊക്കെ ഞാൻ വക്കാന അബൂഹുമാ സ്വാലിഹാന്റെ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് കൊണ്ടായിട്ട് ദലീല് പിടിച്ചേ. അതിലെ ബറക്കത്ത് അങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്, അതിൽ പുള്ളിമാരിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ആ പുള്ളിമാരെല്ലാം ഞാൻ സന്ദർശിച്ചിട്ടായിട്ട് അബൂ സയ്യിദുൽ വാഹിദുൽ ഹർകൂശി ചൊല്ലേ. അപ്പൊ ഇത് മുസ്തദില്ലൻ ബിഖൗലി ചെന്നല്ലേ, വക്കാന അബൂഹുമാ സ്വാലിഹ, പരിശുദ്ധ ഖുർആനിലുണ്ട് സൂറത്ത് കഹ്ഫിൽ എന്തേ വക്കാന അബൂഹുമാ സ്വാലിഹാൻ. ഷാഫി അതെന്താ വെച്ചെങ്കിൽ ഈ അവിടെ ഖിദർ നബിയുടെയും
മൂസാ നബി അലൈഹി സ്വലാം ഒരു ചരിത്ര ചൊല്ല് അവിടെ അത് വലിയ സ്റ്റോറി ആയിട്ടിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ അത് ഫുള്ളായിട്ട് ചൊല്ലില്ല. അപ്പം ഈ മതിൽ അത് അവിടെ അങ്ങനെ രണ്ടാൾ ഖദർ നബി അലൈഹി സ്വലാമിനൊട്ടുക്ക് മൂസാ നബി അലൈഹി സ്വലാം പോകണം. അപ്പോൾ പോകുമ്പോഴത്തേ ചൊല്ല് രണ്ടൊട്ടുക്ക് നിങ്ങൾ ആവലാൻ. അപ്പം അള്ളാഹുത്ത നക്ക് ബർണം ചെന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം പോകണം. അങ്ങനെ പോയിട്ട് പോയി ഒരു റായത്തെ എത്തിയിട്ടാകുമ്പോൾ അങ്ങനെ എന്താക്കാറ് ആ റായത്തങ്ങ ഇങ്ങനെ കുറച്ച് തിന്നു കേൾക്കുമ്പോൾ ഫുഡ് കേൾക്കുമ്പോൾ ആ റായത്തങ്ങാറ് ഇങ്ങനെ സൽക്കരിച്ചില്ല കൊടുത്തില്ല. അപ്പം ആ റായത്തിലൊരു മതിൽ ഇങ്ങനെ ഭൂലകായിട്ടുണ്ട്. മഹാനായ ഖിദർ നബി അലൈഹി സ്വലാം തൻ്റെ മൂജിസത്ത് കൊണ്ട് ആ മതിലിൻ്റെ കുത്തടിപ്പാടി ആ മതില് ശരിയായിട്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം കേൾത്ത് ഈ റായത്തെ ഞങ്ങൾക്ക് തിന്നുപോലും തണ്ണി പോലും തരാത്ത ഈ റായത്തങ്ങനെ ഈ മതിൽ എന്തൊക്കെ നിങ്ങൾ സമാഹിക്കുക അത് ഇപ്പോഴും പോലല്ല തന്നെ. അതൊക്കെ പിന്നെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാമുക്ക് ഖിദർ നബി അലൈഹി സ്വലാം അതിൽ വിശദീകരിച്ച് കൊടുക്കുന്നതോട് ചൊല്ലുക കാന അബൂഹുമാ സ്വാലിഹ. ആ മതില് ആ ജാഗ്യാൻ ചൊല്ലത് ജണ്ടി എത്തി മക്കളുടെ ആയിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ബാപ്പ നല്ലൊരു സ്വാലിയായ മനുഷ്യായിട്ടിരുന്നത്. അങ്ങനെ ബാപ്പ എന്നതുകൊണ്ട് ഉദ്ദേശം അങ്ങനെ ബാപ്പയുടെ ബാപ്പ അങ്ങനെ അജ്ജമാറായിട്ടിരുന്നത്. അപ്പോൾ അതിൽ ഈ മതിൽ എന്തൊക്കെ നന്നാക്കിയെന്ന് കേട്ടെങ്കിൽ ഈ മതിൽ ഭൂലകായിട്ടിരുന്നത്. ഈ ഭൂലകായ മതിലിൽ എന്തിനു സ്വത്ത് ഇന്ന് ബംഗാറ് വെള്ളിയല്ല പൂത്തി വെച്ചതിന് അതിപ്പോൾ ഇതായാൽ കണ്ടെങ്കിൽ എന്താവും ഈ മക്കൾക്ക് കിട്ടല അതായത്തങ്ങൾ ഊട്ടിയാക്കുക. അപ്പം ആ മതിൽ അവർ നേരെ നിപ്പാട്ടി എന്നിട്ട് ചെറുത്ത് അതെന്ത് അങ്ങനെ ആക്കിയിട്ടെങ്കിൽ വക്കാന അബൂഹുമാ സ്വാലി അങ്ങനെ ബാപ്പ സ്വാലിയായി. ബാപ്പ എന്നതുകൊണ്ട് നേരെ ബാപ്പല്ല ബാപ്പടെ അങ്ങനെ അജ്ജമാറ എജ്ജല അത് ആ ഇതിൽപ്പെട്ടാൽ എന്നുള്ളത്. അപ്പം ഈ ഈ ആയത്ത് കൊണ്ട് ഞാൻ ഇതിൽ ദലീൽ പിടിച്ചതിൻ്റെ അറിച്ചത് അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹു ചെന്നല്ലേ. അപ്പോൾ ഈ ധർമ്മിഷ്ടം എന്നതിൽ ആ ഒരു ഗുണം മക്കൾ വരെ അത് നിലനിൽക്കുക എന്നതിലെ ബറക്കത്ത് അവിടെ ഉണ്ടാവുള്ളൂ. എന്താ ഈ ഇങ്ങനെ സമ്പത്ത് അള്ളാഹു നമുക്ക് രക്ഷപ്പെടുത്തി കൊടുത്തില്ലേ എൻ്റെ അങ്ങനെ ബാപ്പയുടെ ബാപ്പ അങ്ങനെ ഒരു നല്ല സ്വാലിയായ മനുഷ്യൻ വക്കാന അബൂഹുമാ സ്വാലിഹ. അപ്പോൾ അത് നല്ലൊരു ഗുണമായിട്ടിരിക്കുന്നത്. അള്ളാഹു ഞങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അതിലെ ബറക്കത്ത് ആ സ്വാലിഹ്യങ്ങളെ ബറക്കത്തുകൊണ്ട് അള്ളാഹു ഞങ്ങളെ ദുനിയാവും ആഖിറവും അള്ളാഹു വിജയിപ്പിച്ച് തരട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ബാക്കി നമുക്ക് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.